ഹായ് ഓൾ. ഇന്നിവിടെ നോക്കുന്നത് നിങ്ങൾക്ക് ഈ വരുന്ന ജൂൺ മാസം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇവിടെ കാണാൻ പറ്റുന്നത് ഭാഗ്യം തുണയ്ക്കുന്ന ഒരു മാസമായിട്ടാണ് നിങ്ങളിലോട്ട് ഈ ജൂൺ മാസം വരുന്നതെന്നാണ്. ധാരാളം വിസ്ഡം നിങ്ങളിലേക്ക് ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പല മാർഗങ്ങളിലൂടെയും നിങ്ങൾക്ക് മണി ഗെയിൻ ആയിട്ട് വരുന്നത് അവസ്ഥ കാണാൻ പറ്റുന്നുണ്ട്. അനുകൂല സാഹചര്യങ്ങളാണ് കൂടുതലും നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ട് മാറുന്നതിൻ്റെ ഒരു എനർജിയാണ് വരുന്നത്. അധികാരം നിങ്ങളിൽ വന്നെത്തുന്നതായിട്ടും അതിലൂടെ തന്നെ മറ്റുള്ളവർക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ കഴിയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു നീതിമാനായ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കും നിങ്ങളിൽ ഉണ്ടാകുന്നത്. അതേസമയം തന്നെ നിങ്ങൾ ഹാർഡ് വർക്കിങ്ങും ആയിരിക്കും. കൂടുതൽ ഡെഡിക്കേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടീസൊക്കെ നിർവഹിക്കാൻ കഴിയുമെന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് കണ്ടെത്താൻ കഴിയുകയും അതുമായിട്ട് സധൈര്യം മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യുമെന്ന് കാണുന്നു. നിങ്ങളിലെ തന്നെ അർദ്ധനാരീശ്വര സങ്കല്പം ബാലൻസിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിലോട്ട് വിൽ പവറും ധൈര്യവും ഒക്കെ ഒത്തിരി കൂടുന്നതായിട്ട് കാണാൻ പറ്റുന്നു. ഉത്തരവാദിത്ത ബോധം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന എനർജിയാണ്. ഒരു സ്റ്റാർ ആയിട്ട് മാറുന്ന എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് അതിദൂരം സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ള ഒരു യാത്രയായിരിക്കും അത്. അതായത് അറിവ് നേടി നിങ്ങൾ ദൂരദേശങ്ങളിൽ യാത്രയൊക്കെ നടത്തി പലരെയും കാണാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ആ ശേഖരിക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങൾ പലരെയും കൊണ്ടുവരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ധാരാളം ചലഞ്ചസുകൾ ഫേസ് ചെയ്യേണ്ടി വരും. എങ്കിലും അതിനെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണ് തടസ്സങ്ങളെന്ന് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഈസി ആയിട്ട് ഒന്നും മൈൻഡ് ചെയ്യാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ചില തിരിച്ചടികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് കുറച്ച് നേരത്തേക്ക് നിങ്ങളെ ഒന്ന് എനർജി ഡൗൺ ആക്കി വെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊരു സൈക്കിക് അറ്റാക്ക് ആവാനാണ് സാധ്യത. നിങ്ങളൊരു പ്രൊട്ടക്ഷനൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു മാസമായിരിക്കും ഈ ജൂൺ എന്ന് പറയുന്നത്. ക്ഷമ, ശാന്തത ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അനിമൽസ് ഒക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു സ്ഥിര വരുമാനം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എന്ന് കാണാൻ പറ്റുന്നു. നിങ്ങൾ വളരെയേറെ അധ്വാനിച്ച് തന്നെയാണ് അത് നേടുന്നതെന്ന് കാണുന്നുണ്ട്. ധാരാളം കാശ് നിങ്ങൾക്ക് അതിൽ നിന്ന് നേടാനും കഴിയും. പിന്നെ അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ റെസ്റ്റ്ലെസ് ആകാനുള്ള സാധ്യതയുണ്ട്. വർക്കിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലും കണക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ മുമ്പ് ചെയ്തിരുന്നവയിൽ നിന്നൊക്കെ മുമ്പ് നേരത്തെ, അതായത് ഇപ്പോഴല്ല, കുറച്ചൊരു നാൾ മുന്നേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഇൻകം വരാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ന്യൂ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് പിതൃസ്വത്തൊക്കെ കിട്ടാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. ചെറിയ രീതിയിലുള്ള ഒരു ഇൻകമേ അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ എന്ന് കാണുന്നുണ്ട്. ഇടയ്ക്ക് നിങ്ങൾ പാസ്റ്റിലെ ചില പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലായിട്ട് കണക്റ്റ് ആവുന്നതിൻ്റെ ഒരു എനർജി വരുന്നുണ്ട്. അങ്ങനെ കുറേ സമയം വേസ്റ്റ് ആവുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അതിങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട് വരുമ്പോൾ അന്നേരം തന്നെ നിങ്ങളത് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ലെവൽ അപ്പ് ആവുക. പിന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് ഒന്നും നേടാനില്ല. വീണ്ടും കർമ്മ കൂട്ടുകയും വെറുതെ സമയം കളയുന്നത് മാത്രമാണ് മെച്ചം. അതിനൊന്നും സമയം കളയാതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ ഇവിടെ ഭഗവാൻ കൃഷ്ണന്റെ മെസ്സേജ് കൂടെ എടുത്തിട്ടുണ്ട്. കിട്ടിയ കാർഡ്സ് ഇതൊക്കെയാണ്: പേഷ്യൻസ്, റെസ്പെക്റ്റ്, പ്രസൻസ് ഓഫ് മൈൻഡ്. ഇവിടെ പേഷ്യൻസിലൂടെ ഭഗവാൻ പറയുന്നത് ക്ഷമയോടെ കാത്തിരിക്കൂ, നിങ്ങളുടെ എല്ലാ പ്രവൃത്തികൾക്കും ഉറപ്പായിട്ടും പ്രതിഫലം കിട്ടുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഈ പാതയിലോട്ട് നയിച്ച എല്ലാ ടീച്ചേഴ്സിനും നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ അവരെ നന്ദി അറിയിക്കുക. മനസ്സിലാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾ നന്ദി അറിയിക്കുക. പിന്നെ ബുദ്ധിപരമായും വിവേകത്തോടെയും നിങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതൊക്കെയാണ് റീഡിങ്. താങ്ക് യു.